കൊണ്ട് നമ്മുടെ എല്ലാം ഹൃദയങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. പരസ്പരം കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുകയല്ലാതെ വാക്കുകളിലൂടെ ആശ്വസിപ്പിക്കുവാൻ നമ്മുടെ കയ്യിൽ ഒരു മന്ത്രമില്ല. ദൈവമേ, നിന്റെ സമാധാനം കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ എന്ന പ്രാർത്ഥന നമ്മുടെ ഉള്ളിൽ നിറയട്ടെ. കാരണം അത്രമേൽ നമ്മെ സ്നേഹിച്ച ഒരു മനുഷ്യനാണിത്. അത്രമേൽ നമ്മളെയൊക്കെ സ്നേഹിച്ച് നമുക്കൊക്കെ ഒരു പ്രകാശം പോലെ നിന്ന ഒരു മനുഷ്യനാണ് പൊടുന്നനെ നമ്മിൽ നിന്ന് വളരെ അപ്രതീക്ഷിതമായിട്ട് അകന്നു പോവുക. ജെയിംസിന്റെ ശരീരത്തിലെ മരവിപ്പ് നമ്മുടെ മനസ്സിലും ഒരു മരവിപ്പായിട്ട് മാറി തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ ചിന്തകളെയും നമ്മുടെ ബുദ്ധിയെയും ഈ മരവിപ്പ് ഒരു തരത്തിൽ ബാധിച്ചിരിക്കുന്നു. വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാരുടെ ലേഖനം 14-ാം അധ്യായം 8-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: നാം ജീവിച്ചാൽ കർത്താവിനോടുകൂടെ ജീവിക്കുന്നു, നാം മരിച്ചാൽ കർത്താവിന് സ്വന്തമായി മരിക്കുന്നു. നാം ജീവിച്ചാലും മരിച്ചാലും കർത്താവിനുള്ളവരാണ്. തന്റെ ജീവിതം കൊണ്ടും മരണം കൊണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തിയ നമ്മുടെ പ്രിയപ്പെട്ട ജെയിംസ്, ജീവിതത്തെക്കുറിച്ചുള്ള ജെയിംസിന്റെ കാഴ്ചപ്പാട് നിങ്ങളൊക്കെ ഈ ദിവസങ്ങളിൽ ഒരു വീഡിയോയിലൂടെ കണ്ടു കാണും. അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്, മുഖ്യ പ്രഭാഷകൻ പറഞ്ഞതിനെ ശരിവെച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്, ലോകത്തിലെ ഏറ്റവും സമ്പന്നമായിട്ടുള്ള സ്ഥലം സെമിത്തേരിയാണ്. കാരണം ചെയ്യാൻ പറ്റാതെ പോയ, പറയാൻ പറ്റാതെ പോയ ആശയങ്ങളുടെ വലിയ കലവറക്കൂട്ടമാണ് ഈ സെമിത്തേരി. അതുകൊണ്ട് ജെയിംസ് അതിന്റെ അവസാനം ഇങ്ങനെ പറഞ്ഞു വെച്ചു: അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന കാലത്ത് ജീവിച്ചിരിക്കുന്ന സമയത്ത് ധാരാളമായി നന്മകൾ ചെയ്യുക, ധാരാളമായിട്ട് ശുശ്രൂഷകൾ ചെയ്യുക, എല്ലാവർക്കും കൊടുക്കുക. അതിന്റെ മാക്സിമത്തിൽ, ജീവിച്ചിരിക്കുന്ന സമയത്ത് അതിന്റെ മാക്സിമത്തിൽ കൊടുക്കുക എന്നാണ്. ആവോളം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. ഒരു കാര്യം കൂടി ജെയിംസ് അവിടെ കൂട്ടിവെക്കുന്നുണ്ട്: മറ്റൊരാൾക്കും ഉപദ്രവം വരുത്താതെ ആവോളം, മതിയാവോളം നമ്മെ തന്നെ കൊടുക്കുക എന്നാണ് ജെയിംസ് പറഞ്ഞു വെക്കുക. അങ്ങനെ മതിയാവോളം തന്നെ തന്റെ ചുറ്റുമുള്ളവർക്കൊക്കെ പകർന്നു കൊടുത്തിട്ട് ശൂന്യമായ കൈകളോടുകൂടെ വളരെ പൊടുന്നനെ ജെയിംസ് കടന്നു പോവുകയാണ്. വ്യാഴാഴ്ച ഞങ്ങളുടെ ഓണാഘോഷമായിരുന്നു. ഉച്ചയ്ക്ക് സദ്യയുണ്ട്, വിഭവസമർത്ഥമായ സദ്യ. എല്ലാ അധ്യാപകർക്കും അനധ്യാപകർക്കും ഒക്കെ വിഭവസമർത്ഥമായ സദ്യ കൊടുത്ത് എന്റെ അടുത്ത് ഒന്ന് ജെയിംസ് ചോദിച്ചു: അച്ഛാ, ഇപ്പൊ താങ്ക്സ് പറയണോ? ഞാൻ പറഞ്ഞു, പിന്നെ പറഞ്ഞാൽ പോലെ എന്ന് ചോദിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു, പോലെ ജെയിംസ് ഇപ്പൊ തന്നെ പറഞ്ഞു, താങ്ക്സ് ഇപ്പൊ തന്നെ പറഞ്ഞ് അവസാനിപ്പിച്ചു. ജെയിംസ് മനോഹരമായിട്ട് സദ്യ ഒരുക്കിയവർക്കും കൊടുത്തവർക്കും വിളമ്പിയവർക്കും ഒക്കെ നന്ദി പറഞ്ഞ് തുടർന്ന് ക്ലാസ്സുകളിലേക്ക് പോയി. ഞങ്ങളുടെ അടുത്ത ആഘോഷങ്ങളിലേക്ക് പ്രവേശിക്കുന്നു. ഞങ്ങളെയൊക്കെ ആനന്ദത്തിന്റെ അതുവരെ നടക്കാത്ത രീതിയിലുള്ള ആഘോഷങ്ങളിലേക്ക് നയിച്ചിട്ട് പൊടുന്നനെ ജെയിംസ് ഞങ്ങളിൽ നിന്ന് അകന്നു പോവുകയാണ്. എല്ലാം മാക്സിമത്തിൽ ചെയ്തിട്ടാണ് ജെയിംസ് കടന്നു പോയത്. ജെയിംസിന്റെ ജീവിതത്തെക്കുറിച്ച് പലരോട് ഞാൻ സംസാരിച്ചു. എൻ്റെ തന്നെ അനുഭവങ്ങൾ, അധ്യാപകരുടെ അനുഭവങ്ങൾ, അച്ഛന്മാരുടെ അനുഭവങ്ങൾ, ചാൻസലറിനോട് സംസാരിച്ചു. ഇതൊക്കെ കൂടെ എടുത്തു വെച്ച് പഠിച്ചപ്പോൾ ജെയിംസ് നമുക്കൊരു പാഠപുസ്തകമാണ്. ഇന്നത്തെ കാലത്ത് നാം പഠിക്കേണ്ട ഒരു പാഠപുസ്തകമാണ് ജെയിംസ് എന്ന കാര്യത്തിൽ ഒരു സംശയവും എനിക്കില്ല. അതുകൊണ്ട് തന്നെ 3-4 ഘടകങ്ങളായിട്ടാണ് ഞാൻ ഈ പാഠപുസ്തകത്തെ, ജെയിംസ് എന്ന ഈ പുസ്തകത്തെ, ഈ ജീവിതത്തെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക. ഏറ്റവും പ്രധാനം കുടുംബം. ഈ കുടുംബത്തിൽ കോളേജിൽ നിന്ന് എത്ര വൈകിയാലും, ഏതൊക്കെ പരിപാടികൾക്ക് പോയി വൈകിയാലും, എത്ര വൈകിയിട്ടും ഈ കുടുംബത്തിലെ ജെയിംസ് വരും. വന്ന് ഇവിടെ കിടന്ന് ഉറങ്ങും. പലപ്പോഴും പറഞ്ഞു, ജെയിംസ് ഇവിടെ കിടക്കാം, ഇന്ന് ഇവിടെ കിടക്കാമെന്ന് പറഞ്ഞാലും, ഇന്ന് പോകണോ എന്ന് ചോദിക്കുമ്പോഴും വീട്ടിലെത്തിയിട്ടേ ജെയിംസ് കിടക്കും. അപ്പച്ചന്റെ പൊടുന്നനെയുള്ള വിയോഗം പ്രിയപ്പെട്ട അമ്മച്ചിയെയും ജിനുവിനെയും കൂടെ കൊണ്ടു നടന്ന് തുടർന്ന് വിവാഹത്തിലൂടെ സോണയുടെ ജീവിത പങ്കാളിയായി, സോണയുടെ കുടുംബത്തിന്റെ ഭാഗമായി മാറി. പ്രിയപ്പെട്ട സോണയുടെ പിതാവ് രോഗിയായി കിടക്കുന്ന സമയത്ത് മുഴുവൻ സമയം ആ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഓടി നടന്ന്, എല്ലാറ്റിനും വേണ്ടി ഓടി നടന്ന്
കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ വെച്ച് സോണ ജിനുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ചേട്ടായി ഇനി നമുക്ക് ആരാണുള്ളത്, ഇനി നമുക്ക് ആരാണ് ഉള്ളത് എന്ന സോണയുടെ ചോദ്യത്തിന് നമ്മുടെ കയ്യിൽ ഉത്തരമില്ല. ജെയിംസിന്റെ ഈ അകാലത്തിലുള്ള വേർപാട്, ഈ കുടുംബം കരകയറാനുള്ള കൃപ ദൈവമേ ഇവർക്ക് കൊടുക്കണേ എന്ന നിരന്തരമായ പ്രാർത്ഥന നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ടാവട്ടെ. ഇടവകയിലേക്ക് കടക്കുമ്പോൾ ഇടവകയും ഈ ഡയസിസുമായിട്ട്, കോതമംഗലം ഡയസിസുമായിട്ടുള്ള ജെയിംസിന്റെ ബന്ധം അഭേദ്യമായിട്ടുള്ള ബന്ധമാണ്. വികാരിയോട് പറഞ്ഞപ്പോൾ വികാരിച്ചനോട് പറഞ്ഞത്, അച്ഛാ ജെയിംസിന്റെ വിയോഗം ഈ നാടിന്റെ ദുഃഖമാണ്, അതുകൊണ്ട് തന്നെയാണ് ഇത്ര വലിയ ജനാവലി ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. ഇടവകയുമായും ഡയസിസുമായും ആഴമായിട്ടുള്ള ഒരു ബന്ധം ജെയിംസിനുണ്ടായിരുന്നു. ജോസഫ് കൊച്ചുപറമ്പിലച്ചൻ, മുൻ വികാരിയച്ഛൻ, ഇന്നലെ കഴിഞ്ഞ ദിവസം കോളേജിൽ വന്ന് പറഞ്ഞത്, കുഞ്ഞുനാള് മുതൽ ഈ പള്ളിമുറ്റവും ഈ നാടും ഇവിടുത്തെ മനുഷ്യരുമായിട്ട് ഒത്തിരി അടുത്ത ഇടപഴകി, ഇവിടെ വരുന്ന കൊച്ചച്ഛന്മാരുമായിട്ട്, ഇവിടെ ജോലി ചെയ്ത ശുശ്രൂഷ ചെയ്ത അച്ഛന്മാരുമായിട്ട്, അതുപോലെ ഈ നാടിന് വേണ്ടി, ഈ ഇടവകയ്ക്ക് വേണ്ടി, മറ്റു പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ധാരാളമായിട്ട് ഓടി നടന്ന ഒരു ചെറുപ്പക്കാരൻ. അതുകൊണ്ട് തന്നെ അഭിമന്യ പിതാവ് 2 പ്രാവശ്യം അദ്ദേഹത്തെ പാസ്റ്റൽ കൗൺസിൽ മെമ്പറായിട്ട് നോമിനേറ്റ് ചെയ്യുകയാണ്. പിതാവിന്റെ നോമിനേറ്റഡ് മെമ്പറാണ് ജെയിംസ്. കഴിഞ്ഞ എപ്പാർക്കിയൽ അസംബ്ലിയിൽ യൂത്ത് പ്രതിനിധിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട മെമ്പറാണ്, പാസ്റ്റൽ കൗൺസിലിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട മെമ്പറാണ് ജെയിംസ്. ഡയസിസിന്റെ പബ്ലിക് അഫയേഴ്സ് കമ്മിറ്റിയിലെ പ്രധാനപ്പെട്ട അംഗമാണ്. അതുപോലെ തന്നെ പബ്ലിക് റിലേഷൻസ് കമ്മിറ്റിയിലെ പ്രധാനപ്പെട്ട ഒരാളാണ്. സമൂഹവുമായിട്ടുള്ള ബന്ധങ്ങളിൽ ജെയിംസിനെയാണ് ഡയസിസ് കൂട്ടുപിടിച്ചത്. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് JB കോശി കമ്മീഷൻ. നിങ്ങൾക്കറിയാം, ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസ, സാമ്പത്തിക, പിന്നോക്കാവസ്ഥ, ക്ഷേമം എന്നിവ പഠിക്കുവാൻ വേണ്ടി സർക്കാർ നിയോഗിച്ച JB കോശി കമ്മീഷന്റെ റിപ്പോർട്ട് ഈ ഡയസിസിൽ നയിക്കുമ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അത്യധ്വാനം ചെയ്തത് ഈ ജെയിംസ് ആണ്. ചാൻസലർ അച്ഛനോട് പറഞ്ഞത്, നിരവധി മീറ്റിങ്ങുകൾക്ക്, പ്രത്യേകിച്ച് സോണയുടെ ഡാഡി ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് നിരവധി ഓൺലൈൻ മീറ്റിങ്ങുകൾക്ക്, അല്ലാതെയുള്ള മീറ്റിങ്ങുകൾക്കൊക്കെ നിരവധി സമയം ഈ റിപ്പോർട്ട് ഏറ്റവും ഭംഗിയായി കൊടുക്കാൻ വേണ്ടിയിട്ട് ജെയിംസ് വർക്ക് ചെയ്തു എന്നുള്ളതാണ്. അതിന്റെ പ്രസന്റേഷൻ, JB കോശി കമ്മീഷന്റെ മുമ്പിൽ അതിന്റെ പ്രസന്റേഷൻ, പിന്നെയുള്ള സിറ്റിങ്ങുകളിലുള്ള അദ്ദേഹത്തിന്റെ സമയം, ഇവിടെയൊക്കെ നിരന്തരമായിട്ട് ഇടപെട്ട ഒരാളാണ് ജെയിംസ്. ഈ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട്, ഈ സമൂഹത്തിന് വേണ്ടിയിട്ട്, ഇവിടുത്തെ യൂത്തിന് വേണ്ടിയിട്ട് എല്ലായ്പ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുള്ള നിരന്തരമായിട്ടുള്ള ഒരു അഭിവാഞ്ച ഉള്ളിലുണ്ടായിരുന്ന മനുഷ്യൻ. ചാൻസലർ അച്ഛനോട് പറഞ്ഞു, ഇതിന്റെയൊക്കെ അവസാനം ഇങ്ങനെയൊക്കെ ഒത്തിരി ആശയങ്ങൾ ഇങ്ങനെ പെരുമഴ പോലെ വരുമ്പോഴും അതിന്റെയൊക്കെ അവസാനം ജെയിംസ് ഞങ്ങളോടൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, ഫാദറെ ഞാൻ പറയുന്നതേ ഉള്ളൂ കേട്ടോ, ഞാൻ പറയുന്നതേ ഉള്ളൂ, പറ്റുന്നതൊക്കെ ചെയ്താൽ മതി എന്ന് പറയുന്ന, എളിമയോടെ പറയുന്ന ജെയിംസ്. സാധ്യമായതെല്ലാം ചെയ്യണമെന്ന തീവ്രമായിട്ടുള്ള ഒരു ആഗ്രഹം. എല്ലാറ്റിലും ഉപരി അച്ഛൻ എന്നോട് പറഞ്ഞത്, അച്ഛ ഒരു സ്നേഹ സാന്നിധ്യമാണ്, കുറെ കാര്യങ്ങൾ ചെയ്യുന്നതല്ല. ഈ സാന്നിധ്യം എന്ന് പറയുന്നത് ഒരു വലിയ സ്നേഹ സാന്നിധ്യമാണ്. ജെയിംസിന്റെ അടുത്തേക്ക് ചെല്ലുന്ന എല്ലാവരെയും ആവേശത്തോടെ പുണരുന്ന വലിയ ഒരു സ്നേഹ അനുഭവമാക്കി മാറ്റുന്ന ഒരു പ്രകൃതമാണ്. എല്ലാവരെയും കൂട്ടിച്ചേർക്കുന്ന വലിയൊരു കണ്ണി. അച്ഛൻ പറഞ്ഞത്, ചാൻസലർ അച്ഛൻ പറഞ്ഞത്, അച്ഛാ ഈ ഡയസിസിലോ എവിടെയെങ്കിലും ഒക്കെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഏറ്റവും സുന്ദരമായിട്ടുള്ള സൊല്യൂഷനുമായി നമ്മുടെ അടുത്തേക്ക് എത്തുന്ന ആളാണ് ജെയിംസ്. ഏറ്റവും സാധ്യമായിട്ടുള്ള പരിഹാരം നമുക്ക് പറഞ്ഞു തരാനായിട്ട് സാധ്യതയുള്ള ഒരാള്. അതുകൊണ്ട് തന്നെ ഡയസിസിന്റെ മുന്നോട്ടുള്ള കർമ്മ പദ്ധതി അത് പുറത്തിറങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ആ കർമ്മ പദ്ധതി, അതിന്റെ രൂപരേഖകളൊക്കെ എല്ലാം തയ്യാറാക്കി കഴിഞ്ഞു. ഇനി അത് പുറത്തിറങ്ങണം. ആ സമയത്ത് ജെയിംസ് നമ്മുടെ കൂടെ ഇല്ലാന്ന് മാത്രം. ഇവിടെ നിന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ട തിരുഹൃദയ കലാലയത്തിലേക്ക് നാം യാത്ര നടത്തുമ്പോൾ 2014 ജെയിംസ് തേവര കോളേജിലെ അധ്യാപകനായിട്ട് ജോയിൻ ചെയ്ത ഓഗസ്റ്റ് മാസം. 2014 തൊട്ട് 2024 വരെ 10 വർഷം തികച്ചിരിക്കുന്നു. 10 വർഷം തികച്ച് തന്റെ ജീവിതം കലാലയത്തിലെ സകലരുടെയും മനസ്സും ഹൃദയവും കവർന്ന ഒരു ജീവിതം. മാതൃഭൂമി പത്രം ഇന്നലെ എഴുതി വെച്ചത് തേവരയുടെ ജെയിംസ് എന്നാണ്. തേവരയുടെ ജെയിംസ്.
ഈശോയുടെ തിരുഹൃദയം പോലെ ഒരു ഹൃദയം സ്വന്തമാക്കിയ മനുഷ്യൻ. ആ ഹൃദയത്തിൽ എല്ലാവർക്കും ഇടമുണ്ടായിരുന്നു. കുട്ടികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകൻ, വിദ്യാർത്ഥികൾക്കൊപ്പം അവരിൽ ഒരാളായിട്ട് നടന്ന അധ്യാപകൻ, പാവപ്പെട്ട വിദ്യാർത്ഥികളെ തന്റെ ഉള്ളം കയ്യിൽ ചേർത്ത് പിടിച്ച ഒരു അധ്യാപകൻ. തിരുഹൃദയ കലാലയം MG യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ തുടർച്ചയായിട്ട് 4 വർഷം ജേതാവായപ്പോ അതിന്റെ ആ വിജയത്തിന്റെ നെടുന്തൂണായി നിന്നത് നമ്മുടെ ഈ പ്രിയപ്പെട്ട ജെയിംസ് ആണ്. ഞങ്ങളുടെ റൂസ പ്രോജക്റ്റ്, സെൻട്രൽ ഗവൺമെന്റിന് വേണ്ടി സമർപ്പിക്കുന്ന റൂസ പ്രോജക്റ്റിൽ ഏറ്റവും പ്രധാനമായിട്ട് ഞങ്ങൾ സമർപ്പിച്ച കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അത് ഈ ജെയിംസ് ഞങ്ങൾക്ക് പറഞ്ഞിരുന്ന ആശയമാണ്. ഇടുക്കി ജില്ലയുടെ പിന്നോക്ക മേഖലയിലുള്ള നിരവധി കുട്ടികൾ ഇന്ന് തേവര കോളേജിൽ പഠിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാന കാരണം ഈ ജെയിംസ് ആണ്. വെറുതെ അവരെ അവിടെ കൊണ്ടുവന്ന് ഡിഗ്രി പഠിപ്പിക്കുകയല്ല ജെയിംസ് ആഗ്രഹിച്ചത്. തുടർന്നുള്ള വിദ്യാഭ്യാസം, അവരുടെ തുടർന്നുള്ള വിദ്യാഭ്യാസവും ഈ കുട്ടികളെ ഏതെങ്കിലുമൊക്കെ ജീവിത പന്ഥാവിൽ എത്തിച്ചെടുക്കണമെന്നുള്ള അനന്തമായിട്ടുള്ള വശ്യമായിട്ടുള്ള ഒരു ആഗ്രഹവും ജെയിംസിന്റെ ഉള്ളിലുണ്ടായിരുന്നു. അതിനുവേണ്ടിയിട്ടുള്ള പ്ലാനുകളും പദ്ധതികളും ഒക്കെ ജെയിംസ് തയ്യാറാക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ജെയിംസ് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ നല്ലൊരു കലാകാരനാണ്. ജെയിംസ് ഇടയ്ക്കൊക്കെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിൽ കയറി ചെന്നിട്ട് ഞങ്ങളെയൊക്കെ അനുകരിക്കും. മനോഹരമായിട്ട് ഞങ്ങളെയൊക്കെ അനുകരിച്ച് ഞങ്ങളെയൊക്കെ കളിയാക്കി വളരെ നർമ്മരസത്തോടുകൂടെ അവിടെയൊക്കെ നടന്ന് എല്ലാവർക്കും ഒരു ആനന്ദമാണ് ജെയിംസിനെ കാണുന്നതും ജെയിംസിനോട് സംസാരിക്കുന്നതും. 2016 മുതലാണ് ഞങ്ങൾ ദീർഘകാലത്തെ അവധിക്ക് ശേഷം ഡ്രാമ കോമ്പറ്റീഷന് MG യൂണിവേഴ്സിറ്റിയിൽ ഡ്രാമ കോമ്പറ്റീഷന് വീണ്ടും പങ്കെടുക്കുക. തുടക്കത്തിൽ ഞങ്ങൾ എങ്ങും എത്തിയിട്ടില്ല. പക്ഷേ 2016 തുടങ്ങി 2019 എത്തിയപ്പോൾ MG യൂണിവേഴ്സിറ്റിയുടെ ഡ്രാമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് നേടിയെടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചത് ഈ മനുഷ്യൻ ഒരാൾ കൊണ്ട് മാത്രമാണ്. ഞങ്ങളുടെ കുട്ടികള് നാഷണൽ ലെവലിൽ മൈമിന് പോയെങ്കിൽ അതിന്റെ പുറകിൽ പ്രവർത്തിച്ച മനുഷ്യൻ ഈ ജെയിംസ് തന്നെയാണ്. ഇവിടെ നിന്ന് അക്കാഡമിക് കാര്യങ്ങളിലേക്ക് എത്തുമ്പോൾ നിരവധി സ്ഥലങ്ങളിൽ യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും ജെയിംസ് റിസോഴ്സ് പേഴ്സൺ ആയിട്ട് പോകുന്നുണ്ട്. 4 ഇയർ ഡിഗ്രി പ്രോഗ്രാം വന്നപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്ന് പല സ്ഥലങ്ങളിൽ പല കോളേജുകളിൽ പോയിട്ട് ഈ 4 ഇയർ ഡിഗ്രി പ്രോഗ്രാമിനെ കുറിച്ചുള്ള ക്ലാസ്സുകൾ എടുക്കാൻ, നിരന്തരമായിട്ടുള്ള ക്ലാസ്സുകൾ എടുക്കാൻ വേണ്ടി പോയിട്ടുള്ളതാണ് ജെയിംസ്. ഒപ്പം തന്നെ കോമേഴ്സ് ആൻഡ് ബിസിനസ് ക്വിസ് പല യൂണിവേഴ്സിറ്റികളിലും പല കോളേജുകളിലും പോയിട്ട് നടത്തുന്നതാണ്. 4 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ന്യൂമാൻ കോളേജിലെ നിർമ്മല കോളേജിലുള്ള സോണി സാറിന്റെ കൂടെ ഇറങ്ങിയിട്ടുള്ള MG യൂണിവേഴ്സിറ്റിയുടെ സിലബസിൽപ്പെട്ട ഏറ്റവും അവസാനം ഇറങ്ങിയ പുസ്തകം പേഴ്സണൽ ഫിനാൻസ് ആൻഡ് പ്ലാനിംഗ് എന്നുള്ള പുസ്തകമാണ് ജെയിംസ് ഇറക്കിയിരിക്കുക. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ നാളുകളിലാണ് കോളേജിൽ റൈറ്റ് ടു ഇൻഫർമേഷൻ സെൽ, കേരളത്തിൽ ആദ്യമായിട്ട് കോളേജിൽ ഒരു റൈറ്റ് ടു ഇൻഫർമേഷൻ സെല്ല് സ്ഥാപിക്കുകയാണ്. തുടർന്ന് പഞ്ചായത്തുകളിൽ പോയിട്ട് എല്ലാ പഞ്ചായത്തുകളിലും റൈറ്റ് ടു ഇൻഫർമേഷനെ കുറിച്ചുള്ള വിദ്യാഭ്യാസം അവർക്ക് വേണ്ടിയിട്ടുള്ള അറിവ് കൊടുക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾ അവിടെയുള്ള പഞ്ചായത്തുകളിൽ പോയിട്ട് അതിന്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനോട് കൂടെയുള്ള പുസ്തകവും റൈറ്റ് ഇൻഫർമേഷൻ എന്ന് പറയുന്ന ബുക്കിന്റെ പണിപ്പുരയിലാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. ഫസ്റ്റ് ഇയർ UG PG കുട്ടികൾ വരുമ്പോൾ ഈ കുട്ടികളെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് ഡിമാറ്റില് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ഷെയർ വാങ്ങുവാനും വിൽക്കുവാനും അതിൽ ഇൻവെസ്റ്റ് ചെയ്യുവാനും ട്രേഡിംഗ് നടത്താനും ഒക്കെ ഈ കോമേഴ്സ് കുട്ടികളെ പഠിപ്പിക്കുകയും ഇങ്ങനെ കുട്ടികളുടെ കൂടെ നിന്ന, ചങ്കോട് ചേർന്ന് നിന്ന ഒരു അധ്യാപകൻ. നമ്മുടെ കുട്ടികളെയും കൊണ്ട് ആദിവാസി ഊരുകളിൽ ചെന്നിട്ട് അവരെ പഠിപ്പിക്കാനും അവിടെയുള്ള ജീവിതങ്ങളൊക്കെ കണ്ടിട്ട് സ്വാംശീകരിക്കാനും ഒക്കെ ഒത്തിരിയേറെ അധ്വാനിച്ച ഒരു മനുഷ്യൻ. കോളേജിന്റെ ബർസാറ് ടോമിയച്ചൻ പറയും, കണക്ക് പറയാത്ത ഒരു മനുഷ്യൻ. എന്തൊക്കെ ചെയ്താലും, ഏതൊക്കെ രാത്രികാലങ്ങളിൽ എവിടെയൊക്കെ ഓടി നടന്നാലും ഒരു തരത്തിലുമുള്ള കണക്ക് പറയാതെ ഒന്നും ചോദിക്കാത്ത മനുഷ്യൻ. നമ്മൾ അറിഞ്ഞു കൊടുത്താൽ മാത്രം സ്വീകരിക്കുന്ന ഒരാള്. ജെയിംസ് സ്റ്റേജിൽ കയറിയാൽ ഞങ്ങൾക്കൊക്കെ സന്തോഷമാണ്. കാരണം പുഞ്ചിരി തോന്നുന്ന മുഖവുമായിട്ട് എന്തെങ്കിലുമൊക്കെ തമാശകൾ പറഞ്ഞ് ടെൻഷൻ നിറഞ്ഞ അന്തരീക്ഷത്തെ പോലും വളരെ സരസമായിട്ട് കൈകാര്യം ചെയ്തിരുന്ന ഒരു മനുഷ്യൻ. കുട്ടികൾക്ക് ജ്യേഷ്ഠ സഹോദരനെയാണ് നഷ്ടപ്പെട്ടിരുന്നത്. സഹപ്രവർത്തകരായ ഞങ്ങൾക്ക്
എന്നും ഞങ്ങളുടെ കൂടെയുള്ള വലിയ ഒരു ആവേശമായിട്ടുള്ള ഒരു സാന്നിധ്യം. മറ്റു പലരെയും ഇദ്ദേഹം പ്രൊമോട്ട് ചെയ്യുകയാണ്. ഏതെങ്കിലുമൊക്കെ പ്രോഗ്രാം സ്വന്തമായിട്ട് ചെയ്യാൻ കിട്ടുന്ന പ്രോഗ്രാമൊക്കെ മറ്റു ടീച്ചേഴ്സിന് കൊടുത്തിട്ട് നിങ്ങളും പോകണം, നിങ്ങളും പോയി ചെയ്യണമെന്ന് പറഞ്ഞ് അവരെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു മനുഷ്യൻ. ഒത്തിരിയേറെ ആർട്ടിക്കിളുകൾ എഴുതിയിട്ടുണ്ട് പത്രങ്ങളിൽ. MG യൂണിവേഴ്സിറ്റിയുടെ ബോർഡ് ഓഫ് സ്റ്റഡീസിലെ മെമ്പറാണ് അദ്ദേഹം. ജെയിംസ് സാറില്ലാത്ത തേവര ഞങ്ങൾക്ക് മുമ്പിൽ വച്ചു നീട്ടുന്നത് വലിയ ഒരു ശൂന്യതയാണ്. ജെയിംസ് എന്ന അമരക്കാരൻ ഞങ്ങളുടെ കൂടെ ഉള്ളപ്പോ ഏത് കലോത്സവ വേദിയിലും അത് കീഴടക്കാമെന്നുള്ള വലിയ ആവേശം ഞങ്ങൾക്കുണ്ടായിരുന്നു. കാരണം ഇദ്ദേഹത്തിന്റെ തലയിൽ പുതിയ പുതിയ ആശയങ്ങൾ എപ്പോഴും രൂപപ്പെട്ടുകൊണ്ടിരുന്നു. കാലത്തിനനുസരിച്ച് നവീകരണത്തിലൂടെയുള്ള പുതിയ പുതിയ ആശയങ്ങൾ. ഞങ്ങൾക്ക് എന്നും ഈ മനുഷ്യനൊരു ഉത്തേജനമായിരുന്നു, ആവേശമായിരുന്നു. ജെയിംസ് സാർ വെറുതെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ മാത്രമല്ല, മറിച്ച് പ്രചോദിപ്പിക്കുന്ന, അനേകരെ പ്രചോദിപ്പിക്കുന്ന അധ്യാപകനാണ്. കലാലയത്തിൽ നിന്നും സമൂഹത്തിലേക്കും ചുറ്റുപാടുകളിലേക്കും കണ്ണോടിച്ചിട്ട് സാമൂഹിക പ്രതിബദ്ധതയോടെ ജീവിച്ച ഒരാളും കൂടെയാണ് ഈ ജെയിംസ്. സ്പോർട്സ് കുട്ടികളെ എങ്ങനെ വിദ്യാഭ്യാസം എങ്ങനെ കൂടെ കൊണ്ടു നടക്കാം, എങ്ങനെ അവർ നന്നായിട്ട് പഠിപ്പിക്കാമെന്നുള്ള കാര്യത്തിൽ തീവ്രമായിട്ടുള്ള ആഗ്രഹമുള്ള മനുഷ്യനായിരുന്നു ജെയിംസ്. അനാഥ കുട്ടികളുടെ അക്കാഡമിക് നിലവാരം ഉയർത്താൻ വേണ്ടിയിട്ട് കിട്ടുന്ന സമയങ്ങളിലൊക്കെ ഈ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി സമയം ചെലവഴിച്ച ഒരാള്. അടിമാലി ചിന്നപ്പാറക്കുടിയിലെ ആദിവാസി കുട്ടികൾക്ക് കോവിഡ് കാലത്ത് മൊബൈൽ ഫോൺ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ മുൻ പ്രിൻസിപ്പളായിരുന്ന പ്രശാന്ത് അച്ഛന്റെ കൂടെ ഞങ്ങളൊക്കെ പോയിട്ടുണ്ട്. ആ കുടിയിൽ ചെന്ന് അവിടെയുള്ള ആദിവാസി കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കൊടുത്ത് അവരും വിദ്യാഭ്യാസത്തിൽ താഴെ പോകരുതെന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധ കൊടുത്ത മനുഷ്യൻ. എക്സൈസ് വകുപ്പിലെ സുനിൽ സാറ് പറയും, എക്സൈസ് വകുപ്പിന്റെ ആദിവാസി കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം അത് അക്ഷരാർത്ഥത്തിൽ നടപ്പാക്കിയെടുത്തത് ജെയിംസ് എന്ന് പറയുന്ന ഈ മനുഷ്യന്റെ ദക്ഷിണാശക്തി കൊണ്ട് മാത്രമാണ്. അതിനു വേണ്ടിയിട്ട് എല്ലാ തരത്തിലുമുള്ള എക്സിക്യൂഷൻ ലെവലിൽ പരിശ്രമിച്ചത് ജെയിംസ് ആണെന്നാണ് സാർ പറയുക. അതുപോലെ തന്നെ ട്രൈബൽ ഹോസ്റ്റലിൽ, തൊടുപുഴയിലുള്ള ട്രൈബൽ ഹോസ്റ്റലിലെ കുട്ടികൾക്ക് സർക്കാരിന്റെ ഗ്രാന്റ് കിട്ടാതെ വന്നപ്പോ നിരന്തരമായിട്ട് കത്തുകൾ എഴുതി അത് വാങ്ങിച്ചെടുക്കാൻ പരിശ്രമിച്ച ഒരു മനുഷ്യനാണ്. കോവിഡ് കാലത്ത് ഇവിടെയൊക്കെ ചെന്ന് കുട്ടികളുടെ തലമുടിയൊക്കെ വെട്ടിക്കൊടുത്ത് ഇങ്ങനെ ജീവിതം മുഴുവൻ ഒരു ശുശ്രൂഷയായിട്ട്, മറ്റുള്ളവർക്കുള്ള ശുശ്രൂഷയായിട്ട് നീക്കിവെച്ച ഒരാളാണ്. എങ്ങനെയാണ് ഒരു മനുഷ്യന് തന്റെ ജീവിതം ഇതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കാൻ പറ്റുക? ഒപ്പം ജെയിംസ് മണ്ണിന്റെ മകനായിരുന്നു. പാടശേഖരത്ത് കൃഷി ചെയ്യുന്ന പാടശേഖരങ്ങൾ ഒരുമിച്ച് കൂട്ടി കാർഷിക കൂട്ടായ്മകൾ തീർക്കുന്ന നെടിയശാലയിലെ കാർഷിക കൂട്ടായ്മകൾ തീർത്ത ഒരു മനുഷ്യൻ. ഉച്ചയ്ക്ക് ജെയിംസിന്റെ ഭക്ഷണം വെച്ചപ്പോഴും ഹെഡ് ഡിപ്പാർട്ട്മെന്റ് കോൺഗ്രസിന്റെ സൻസാർ പറയും, ഉച്ചയ്ക്ക് എപ്പോഴും പൊട്ടും പഴമൊക്കെയാണ്, സ്വന്തമായി ഉത്പാദിപ്പിച്ചെടുത്ത നെല്ലിൽ നിന്നുള്ള നല്ല പൊട്ടും പഴമൊക്കെയാണ് ജെയിംസ് മിക്കപ്പോഴും ഉച്ചയ്ക്കൊക്കെ കഴിക്കുക. വിത്ത് വിതയ്ക്കാൻ ട്രാക്ടറുമായിട്ട് പാടത്തിറങ്ങുന്ന ജെയിംസ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ നാം നോക്കുമ്പോൾ 39 വർഷം കൊണ്ട് 38-39 വർഷം കൊണ്ടൊരു 79 വർഷം ജീവിച്ചു തീർത്ത, ജീവിതകാലത്ത് ചെയ്തു തീർക്കേണ്ടതൊക്കെ ചെയ്തിട്ട് കടന്നുപോയ ഒരു മനുഷ്യൻ. ക്രിസ്തുവിനെ പോലെ സകല മനുഷ്യരെയും സ്വാധീനിച്ച, തന്റെ അടുത്തേക്ക് വന്നവരെയൊക്കെ സ്വാധീനിച്ച ഒരാള്. മരണമറിഞ്ഞ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തായ സാറ് ഇങ്ങനെയാണ് എനിക്കൊരു മെസ്സേജ് അയച്ചത്: ജീവിതത്തോടും തൊഴിലിനോടും നീതി പുലർത്തുന്നവരോട് ദൈവം നീതി കാണിക്കുന്നില്ലല്ലോ അച്ഛാ എന്ന്. തൊഴിലിനോടും ജീവിതത്തോടും നീതി പുലർത്തുന്നവരോട് ദൈവം നീതി കാണിക്കുന്നില്ലല്ലോ അച്ഛാ എന്ന്. നമ്മുടെ ഒക്കെ ഉള്ളിൽ ഒത്തിരി ചോദ്യങ്ങളുണ്ട്, ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങൾ. എന്തുകൊണ്ട് ഇത്ര പെട്ടെന്ന് ഇത്രയൊക്കെ കഴിവുകളുള്ള ഈ ചെറുപ്പക്കാരനെ, ഞങ്ങളുടെ സ്വന്തം ജെയിംസിനെ ദൈവമേ നീ കൊണ്ടുപോയി എന്നുള്ള നിലവിളിയോടുള്ള ശബ്ദമാണ് നമ്മുടെ ഒക്കെ ഉള്ളിലുള്ളത്. നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങളില്ല, പക്ഷേ ദൈവത്തിന്റെ കയ്യിൽ ഇതിനൊക്കെ ഉത്തരമുണ്ട്. തുറക്കാൻ പറ്റാത്ത എല്ലാ താഴുകളുടെയും താക്കോൽ അവന്റെ കയ്യിലുണ്ടെന്നുള്ള വിശ്വാസം മാത്രമായിരിക്കട്ടെ നമ്മുടെ കൈമുതൽ. ജെയിംസ് നമുക്കിതൊരു വലിയ വെല്ലുവിളിയാണ്. ഈ ജെയിംസ് ഒറ്റയ്ക്ക് ചെയ്ത് തീർത്തത് നമ്മളെല്ലാവരും കൂടെ
ചെയ്തു തീർക്കാൻ പറ്റുമോ എന്നുള്ള വെല്ലുവിളിയെ ഇവിടെ കിടന്നുകൊണ്ട് ജെയിംസ് നിങ്ങളോട് എന്നോട് ചോദിക്കുന്നത്, ഞാൻ ചെയ്തതുപോലെ, ഞാൻ ജീവിച്ചതുപോലെ ചെയ്യാനുള്ള കരുത്ത് നിങ്ങൾക്കുണ്ടോ, ശക്തി നിങ്ങൾക്കുണ്ടോ എന്നുള്ള ചോദ്യമാണ് ജെയിംസ് നമ്മോട് ചോദിക്കുക. പ്രിയ സുഹൃത്തെ, കൂടപ്പിറപ്പെ, സമാധാനത്തിൽ ശ്രമിക്കുക. നീ സ്പർശിച്ച എല്ലാവരുടെയും ഹൃദയങ്ങളിലും ഓർമ്മകളിലും ഇനി എന്നും നീ ഉണ്ടാകും. പ്രിയപ്പെട്ട അമ്മച്ചി, അമ്മച്ചിയുടെ പുത്രൻ ഒത്തിരിയേറെ അനുഗ്രഹത്തിന്റെ വലിയ നിറവറയാണ്. ഈ അനുഗ്രഹത്തിന്റെ നിറവറയായതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഇവിടെ ഇന്നിങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കുക. ഇങ്ങനെ ഒരു പുത്രനെ ഈ ലോകത്തിന് തന്നതിന് അമ്മയോട് ഞങ്ങൾ നന്ദി പറയുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര ജിനു, ഇതുപോലൊരു സഹോദരൻ എനിക്കുണ്ടായിരുന്നു എന്ന് പറയുന്നതിൽ അഭിമാനത്തോടെ ജീവിക്കുക. ഈ ദേവാലയം അങ്കണം മുഴുവൻ പന്തലിട്ട് വിരിച്ചിരിക്കുകയാണ് മാതാവിന്റെ പെരുന്നാളിന് വേണ്ടിയിട്ടുള്ള, മാതാവിന്റെ പെരുന്നാളിന്റെ ഭാഗമായിട്ട് അത് ജെയിംസിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കമായി മാറിയിരിക്കുന്നു. 3 വയസ്സ് മുതൽ 8 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാതാവിന്റെ ഒരു പ്രാർത്ഥന ജെയിംസ് ഉണ്ടാക്കി വെച്ചിരുന്നു. ആ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് ഈ പ്രിയപ്പെട്ട നമ്മുടെ സുഹൃത്തിനെ, നമ്മുടെ കൂടപ്പിറപ്പിനെ നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. മാതാവേ, എനിക്ക് സന്തോഷിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവണമേ. മാതാവേ, എനിക്ക് ആരോഗ്യം നൽകണമേ. മാതാവേ, എനിക്ക് സങ്കടം സഹിക്കുവാനുള്ള ശക്തി നൽകണമേ. മാതാവേ, എനിക്ക് പരിശ്രമിക്കുവാനുള്ള തോന്നൽ ഉണ്ടാകണമേ. മാതാവേ, മറ്റുള്ളവരെ മനസ്സിലാക്കുവാനുള്ള മനസ്സ് നൽകണമേ. മാതാവേ, എനിക്ക് കോൺഫിഡൻസ് തരണമേ. മാതാവേ, എനിക്ക് ഒരു ലക്ഷ്യം കാണിച്ചു തരണമേ. മാതാവേ, നല്ല കൂട്ടുകാരെ തരണമേ. മാതാവേ, നല്ല ടീച്ചേഴ്സിനെ തരണമേ. മാതാവേ, എനിക്ക് സ്റ്റേജ് ഫിയർ മാറ്റിത്തരണമേ. മാതാവേ, അപ്പയ്ക്കും അമ്മയ്ക്കും ആരോഗ്യവും ആയുസ്സും നൽകണമേ. പിതാവിന്റെയും പുത്രന്റെയും